ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു 4 ഏക്കർ ഫാം ഹൗസ് ഉണ്ട്. ഇത് നിങ്ങളെ ഭയങ്കര വൻ ലാഭത്തിലാണ്. കാരണം ഇവർ അയർലൻഡിലോട്ട് താമസം മാറാണ്. അപ്പോൾ അത് കാരണം ഇത് കൊടുത്തിട്ടുണ്ട്. നോക്കാൻ പിന്നെ ആളില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം കൊടുക്കണേ. നല്ല വരുമാനമുള്ള സ്ഥലം, അതായത് ഫാം റിസോർട്ടിനൊക്കെ പറ്റിയ സംഭവം. ഇതുണ്ട്, ഈ റൂട്ടാണ്, ഹൈവേ ആണിത്. ഒരു 45 ബസ് ഓടുന്ന റൂട്ടാണ്. ബാക്കി 3 സൈഡെല്ലാനും പഞ്ചായത്ത് റോഡാണ്. ഇതിനകത്തുള്ള ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ? ഇതിനൊരു ലൈക്ക് അടിക്കണോണ്ട് എല്ലാവരും. കാരണം ഇത് വൻ ലാഭത്തിൽ നിങ്ങൾക്കൊക്കെ നല്ല വരുമാനം കിട്ടുന്ന, ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റിയ സെറ്റപ്പിലുള്ള വിലയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇതേ കൂട്ടത്തെ ഈ ഫാം ടൂറിസമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട്, അതേ കൂട്ട് തന്നെ ഫാം ഹൗസൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ വന്നിത് വാങ്ങിച്ചോ. കാരണം അത്ര ലാഭത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഇതുണ്ട്, ഏലം, അതുപോലെ തന്നെ കുരുമുളക്, കാപ്പി, ജാതി. കണ്ടതേ കുരുമുളകൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ കുരുമുളകാണ്. നിങ്ങൾക്ക് വരുമാനമുള്ള, അതായത് വർഷത്തിൽ വാർഷികം ഒരു വരുമാനമൊക്കെ എടുത്ത് തരണമെങ്കിൽ, ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തരണമെങ്കിൽ ഇതിനകത്തൊക്കെ ഒന്ന് നോക്കി നടന്നാൽ മതി. കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി വേറെ പണിക്കുമ്പോൾ ഉണ്ടാ അത്രയും വരുമാനം ഉണ്ടാവും. കാരണം ഫാം ടൂറിസത്തിനൊക്കെ പറ്റും. കാരണം ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ കുളമുണ്ട്, അത് വെള്ളം വറ്റാത്ത നാച്ചുറലായിട്ടൊരു കുളമുണ്ട്. 365 ദിവസവും വെള്ളം ഒഴുകണ ഒരു തോട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട്. അതിൻ്റെ ഗുണമെന്നൊക്കെ പറഞ്ഞു തരുന്നെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഒരു മീൻ കുളവും മീനൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു സൈഡ് ഒരു കൈവഴി കൊടുത്ത് നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് മീൻ ഒരു കുളം സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് വെള്ളം പുറത്തോട്ട് വീണ്ടും ഈ തോട്ടോട്ട് തന്നെ വന്ന രീതിക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിതിന് ഓക്സിജനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ആ വെള്ളം ഒഴുകി വരുമ്പോഴത്തെ വന്ന് ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഇതിൻ്റെ അകത്ത് കടന്ന് അപ്പുറത്തേക്ക് കൂടി അങ്ങോട്ട് പോയിക്കോളും. മനസ്സിലായി? വെള്ളം മീൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുകയും ചെയ്യും. നെറ്റ് ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം പുറത്തോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ എത്ര കുളം സെറ്റ് ചെയ്യാന്നറിയാം. അത്രയും മീനും വളർത്താം, പല പല ടൈപ്പ് എങ്ങനത്തെ മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് വളർത്താം. പിന്നെ ടൂറിസം, ഫാം ടൂറിസം പറ്റിയ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട ജാതിയൊക്കെ വെക്കണണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഹട്ടൊക്കെ അടിച്ച് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, അതായത് വൈകിട്ട് സ്റ്റേ ചെയ്യാനുള്ള. ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ അകത്തൊരു കയറിക്കുകയാണെങ്കിൽ കിളികളുടെയും ഇതിൻ്റെയൊക്കെ എന്താ ശബ്ദം എന്നറിയാമോ? അത് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കണ കാരണമാണ് ആ സൗണ്ടൊക്കെ എടുത്ത് കളഞ്ഞത്. അല്ലെങ്കിൽ ആ സൗണ്ടൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാനുള്ള വേറൊരു വൈബാണ് ഇവിടെ. ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള ഈ ഒരു ഫ്ലോട്ടിൻ്റെ അകത്ത്. കാരണം അതേ ഏലമൊക്കെ കണ്ട, അതും നിരപ്പായ സ്ഥലം കണ്ട, നല്ല നിരപ്പായിട്ട് കിടക്കണം. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു ഫാം ഹൗസും ഉണ്ട്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അയർലൻഡിലോട്ട് താമസം മാറാണ്. അത് കാരണം മാത്രമാണ് ഇത് കൊടുക്കണം. ഇതേ കുളം കണ്ട,